നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും. നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവറി മലമുകളേറി നീ ഞങ്ങൾക്കായി കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയിരേകിയ. കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയിരേകിയ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ. ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും ലോകക്കാർ നിത്യം പൂജിച്ചിടിലും പൊന്നേശുവേ. ലോകക്കാർ നിത്യം പൂജിച്ചിടിലും പൊന്നേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ടു പരനെ. നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നിന്നെ വിട്ടിട്ടടിയങ്ങളെങ്ങു പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ദാസൻ യാക്കോബെപ്പോൽ രാക്കാലത്തിൽ വൻകാട്ടിൽ കല്ലിന്മേലുറങ്ങുകിൽ എൻ സ്വപ്നത്തിലുമേ
സന്തോഷമേ എൻ ഗീതമെന്നുമേ നിന്നോടൻ ദൈവമേ നിന്നോടൻ ദൈവമേ ഞാൻ ചേർന്നിടും. നിത്യനായ സ്വർഗപിതാവേ, നിങ്ങൾ മനുഷ്യരായതുകൊണ്ട് നിങ്ങൾക്ക് മരണം കൽപ്പിച്ചവർക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ട ശാസനയുടെ ധന്യമായ ദൈർഘ്യമായ ജീവിതത്തെ ഓർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യും. ഉച്ചയിലൂടെ പ്രിയപ്പെട്ട മക്കൾക്ക്, കൊച്ചുമക്കൾക്ക്, കുടുംബാംഗങ്ങൾക്ക് ചുറ്റുപാടുകൾക്ക് ലഭിച്ച എല്ലാ സ്നേഹത്തിനും കരുതലും ഞങ്ങൾ ദൈവത്തിലില്ലാതെ അറിയിക്കും. പ്രസിദ്ധിയിലേക്ക് വിളിച്ചു ചേർത്തിരിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾ ക്രമീകരിക്കുന്ന ശുശ്രൂഷകളെല്ലാം നിന്റെ സാന്നിധ്യമുണ്ടാകും. പ്രിയപ്പെട്ടവരെല്ലാം വന്ന് കണ്ട് പ്രകാരം ആരാധനകൾ അർപ്പിച്ച് പ്രിയപ്പെട്ട മാതാവിനെ യാത്രയേക്കാൻ സഹായിക്കണം. നിങ്ങളെല്ലാം നടത്തിക്കൊള്ളുന്ന സാന്നിധ്യമുണ്ടാകും. യോഗ നിങ്ങൾക്ക് മുമ്പേ സാക്ഷ്യപ്പെടുത്തിയില്ല എടുത്തു എപ്പോഴും നാം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. പ്രകാരമായി ഞങ്ങൾ എല്ലാവരെയും സഹായിക്കണം. മക്കളെയും മരുമക്കളെയും കുട്ടികളെയൊക്കെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പമായിരിക്കുന്നതും ഇല്ലാത്തവരെല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും ഇതേ അനുഭവത്തിലൂടെ കടന്നു പോകേണ്ടതാണ്. നിങ്ങൾക്ക് ലഭിച്ച ആയുസ്, ആരോഗ്യം, അനുഭവങ്ങളൊക്കെ ദേശപ്രകാരം വിനിയോഗിച്ച് നിങ്ങളുടെ മരണത്തിനപ്പുറത്തുള്ള ജീവിതത്തെ ഉറപ്പാക്കുവാൻ ജീവിതത്തോട് അനുഗ്രഹമാക്കുവാൻ ഇടയാക്കുക. നൽകിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ സ്തോത്രം സകല സമാധാനത്തിന്റെയും സ്വർഗീയ പ്രത്യാശയുടെ ദാതാവായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ദൈവം കേട്ടത്. സുരക്ഷനായ ഞങ്ങളുടെ നിങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കിടക്കുന്നവർ ശക്തിയും പരിശുദ്ധരുമായിട്ട് പ്രത്യാശയും സമാധാനം നമ്മളോട് നല്ല പ്രിയപ്പെട്ടവരോട് നിത്യതയും ഉണ്ടായിരുന്നതാകട്ടെ. ലോകസുഖമെന്തോ തരും
ഉണ്ടെനിക്ക് മേഘത്തിലേശു വന്നിടുമ്പോൾ എന്നെ അൻപോടു ചേർത്തിടുമ്പോൾ എന്റെ ഭാഗ്യം ആനന്ദമേ ഇതു സൗഭാഗ്യ ജീവിതമേ എന്റെ ഭാഗ്യം ആനന്ദമേ ഇതു സൗഭാഗ്യ ജീവിതമേ. എത്ര ഭാഗ്യം ഉണ്ടെനിക്ക് വർണ്ണിപ്പാൻ ത്രാണിയില്ലെനിക്ക് മഹത്വഭാഗ്യം തന്നേതിൻ സമത്തിലൊന്നും ഇല്ലിടത്തിൽ എന്റെ ഭാഗ്യം ആനന്ദമേ ഇതു സൗഭാഗ്യ ജീവിതമേ എന്റെ ഭാഗ്യം ആനന്ദമേ ഇതു സൗഭാഗ്യ ജീവിതമേ. ശോഭിത പട്ടണം പാപദോഷങ്ങൾക്കു പ്രവേശമില്ല യാതൊരശുദ്ധിക്കും രക്ഷകനേ വന്നേ കുഞ്ഞാടേ കെഞ്ചുന്നേ കാഴുകിയെന്നെ രക്ഷിച്ചു കാക്കണേ. വീണ്ടെടുപ്പോർക്കുള്ള അങ്കിയണിഞ്ഞു ഞാൻ കുറ്റമറ്റോനായി സർപ്പുരം ചേരും ഞാൻ.
കാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൽ പാർത്തലേ രക്ഷപ്പെട്ടോരക്കലിൽ കൂടിയാകാശേ പേർ വിളിക്കും നേരം കാണുമെൻ പേരും വിളിക്കും നേരം കാണുമെൻ പേരും വിളിക്കും നേരം കാണുമെൻ പേരും വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ക്രിസ്തനിൽ നിദ്ര കൊണ്ടോരി ശോഭിത പ്രഭാതത്തിൽ ക്രിസ്ത ശോഭധാരിപ്പാനുയർത്തുതാൻ ഭക്തർ ഭാവനെ ആകാശമപ്പുറം കുടിയിടുമ്പോൾ വിളിക്കും നേരം കാണുമെൻ പേരും വിളിക്കും നേരം കാണുമെൻ പേരും വിളിക്കും നേരം കാണുമെൻ പേരും വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും. കർത്തൻ പേർക്കുരാപ്പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൻ പാർത്തലത്തിൽ എന്റെ വേല തീർത്തി ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണുമെൻ പേരും വിളിക്കും നേരം കാണുമെൻ പേരും വിളിക്കും നേരം കാണുമെൻ പേരും വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും.
ഞാൻ ചേർന്നിടും. ഈ പ്രിയപ്പെട്ട മാതാവ് പ്രത്യേകിച്ച് കുടുംബവും ഇടവകയിലെ അംഗത്വം കൂടിയുണ്ട്. ഇടവകയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഈ കുടുംബവും സജീവമായി സഹകരിക്കുകയും നൽകുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ പ്രിയപ്പെട്ട ആയുസിനെ പുറത്തേക്ക് സുഖിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട കുടുംബവുമായിട്ട് ഞങ്ങൾക്ക് വളരെയധികം അടുത്ത ബന്ധവും സ്നേഹബന്ധവും നിലനിൽക്കുന്നു. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ഏറ്റവും ധന്യമായ ജീവിതത്തെ ഓർത്ത് സ്തുതിക്കുകയും
ദീർഘായുസിനെ ഓർത്ത് സ്തുതിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട മാതാവ് വീണ്ടും കർത്താവിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നല്ലോ. കർത്താവിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ എല്ലാവരെയും ആശ്വസിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ചെയ്യട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമേ ഈശ്വരന് ഏറ്റവും വിനീതമായി അറിയിക്കുന്നു. ഇപ്പോൾ നിശ്ചയം അറിയിച്ചിട്ട് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു ഡോക്ടർ പ്രൊഫസർ റോയ്സ് മനശ്ശേരി, പ്രിൻസിപ്പലായിരുന്നു അത്യാവശ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളോട് അറിയിച്ചിട്ട് അനുഷ്ഠാനം അറിയിക്കുകയും അതായത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. സ്നേഹത്തോടെ ക്ഷണിക്കും. ഈശോയുടെ പ്രിയപ്പെട്ടവരെ, വളരെ പ്രിയപ്പെട്ട അമ്മ വളരെ പുണ്യമായ 96 വർഷക്കാലത്തെ ജീവിതം ദൈവസന്നിധിയിൽ പൂർത്തിയാക്കി ഈ ഭൂമിയിൽ തൻ്റെ തീർത്ഥാടനം പൂർത്തിയാക്കി ദൈവത്തോടൊപ്പം ജീവിക്കുവാൻ നിത്യതയിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവം കൊടുത്ത 7 മക്കളെ വളരെ സുന്ദരമായ രീതിയിൽ ക്രിസ്ത്യ വിശ്വാസത്തിൽ വളർത്തുകയും അത് തനിമയിൽ ജീവിക്കുവാനായിട്ട് ഇടവരുകയും ചെയ്യും. നമ്മളെ ഓരോരുത്തരെയും പ്രതിയും ദൈവത്തിൽ നന്ദി പറയുകയാണ്. അമ്മച്ചിയുടെ വിശ്വാസ പരിശീലനം ഈ കുടുംബത്തിലെ മക്കൾക്ക് മാത്രമല്ല, ചുറ്റുപാടുമുള്ള നാനാജാതി മതസ്ഥര എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നവർക്കും നമ്മുടെ ശുശ്രൂഷയുടെ മേഖലകളിൽ എല്ലാവർക്കും ധാരാളമായിട്ട് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ക്രിസ്തീയ ജീവിതം അതിൻ്റെ തന്നെ ജീവിക്കുകയും ശുശ്രൂഷയിലൂടെ നേരം വരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരികയും പ്രിയപ്പെട്ട അമ്മയെ കുടുംബത്തിലെ ഞങ്ങളെ ഏതാനും പേര് ഇപ്പോൾ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളവരെ ഇതിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിലും അതിനുശേഷവുമായിട്ട് വന്ന് ഇതിൽ സംബന്ധിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ പ്രത്യേകമായ പ്രാർത്ഥനയും അനുശോചനയും കുടുംബത്തോടെ പ്രത്യേകമായിട്ട് അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ വത്തിക്കാനിലുള്ള കർദിനാൾ മാർ ജോർജ് കൂവക്കാട്ട് പിതാവിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനയും അനുശോചനവും ഈ കുടുംബത്തോട് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. അദ്ദേഹം ഈ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയിക്കുവാനായിട്ട് പറഞ്ഞതുകൊണ്ട് പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അത് മക്കളെ ഓരോരുത്തരെയും പ്രത്യേകിച്ച് വിക്ടർ തോമസിനെയും പേരങ്ങാട്ട് കുടുംബത്തിലുള്ള എല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ സമയത്ത് അറിയിക്കുകയാണ്. ഞങ്ങളുടെ പ്രാർത്ഥന വാഗ്ദാനം ചെയ്തുകൊണ്ട് അമ്മച്ചിയുടെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്ന വാഗ്ദാന പ്രതീക്ഷയാ നിന്റെ ദാസിയെ നീ ആശ്വസിപ്പിക്കണമേ. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവുത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എൻ്റെ കർത്താവെ ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമവിധി നാളിൽ. കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരത്തു വലം ഭാഗേ കർത്താവെ നിന്നെ ആശ്രയിച്ചു. കർത്താവെ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്ഥാനം രക്ഷയുമേരും നൽകുന്നു. ആകാശവും ഭൂമിയും നിൻ്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായുസ്സും അവരാൻ്റെ ചിത്രങ്ങൾ പാടും. മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവൻ്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ
മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കണം. ആദിമുതൽ എന്നേക്കുവാമേൻ. തെളിവായ എന്നുടെ നാഥ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ കരുണകളെ അനുഗമിക്കുന്നതിന് ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നൃത്തത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെ മണത്തിന്റെ നാഥനും പിതാവുത്തിനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സ്തുതിർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മണത്തിന്റെ നാഥനും പിതാവുത്തിനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. കൈക്കൊള്ളണമേ ഹൃദയംഗമമാം വിശ്വാസമോടെ ദാസൻ ചെയ്യും ബലിയൻ നാഥ തിരുസന്നിധിയിൽ. ഹൃദയംഗം വിശ്വാസമോടെ പൂർവന്മാരാൻ നോഹബറാഹം ഇസഹാക്കിയാക്കോ മഹിതാശേർതൻ പരിപാവനമാം ബലികൾ പോലെ. പുരുവത്സലരാം സ്നേഹരുമൊരുപോൽ വിനയാന്യുതരായി തപസന്നിധിയിൽ ചെയ്തൊരു നവമാം ബലി പോൽ നാഥ. അഗാധത്തു നിന്നെ ഞാൻ വിളിക്കുന്നു. എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എൻ്റെ പ്രതീക്ഷ അവൻ്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷ അവൻ്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവനായകമായ ശബ്ദത്താൽ ദാസനെ ഏർപ്പിച്ച കർത്താവേ, ആ ശബ്ദം ദാസിയെ വിളിക്കുകയും നിന്റെ വലത്തുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ കർത്താവേ, ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവുത്തിനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിച്ചിരിക്കുന്ന ദയാപൂർവ്വം പരിപാലിക്കണമേ. പുനരുത്ഥാനം പ്രതീക്ഷിച്ച മരണോടഞ്ഞരെയും മഹിമയോട് ഏർപ്പിക്കണമേ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവുത്തിനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. സകലത്തിൻ്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിൻ്റെ അടയാളത്തിലും ദൈവദന്മാർ അകമ്പടിയുള്ള വാനമേങ്ങൾ നീ പ്രത്യക്ഷനാവുകയും സൃജരായത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷരായി കപടങ്ങൾ നീർക്കുകയും ദുഷ്ടരങ്ങൾ നീതിമാന്മാരിൽ വേർതിരിക്കപ്പെടുകയും ജനഭയാനകമായ ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭങ്ങൾ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സൃജരായത്തിലേക്ക് ഞങ്ങളെ പ്രിയപ്പെട്ട ഈ അമ്മയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയാനുഗ്രഹം നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഫാദർ തോമസ് കല്ലുകുളത്തിനോട് കുടുംബത്തിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഗായകസംഘം ഇപ്പോൾ പാട്ടുകൾ ആരംഭിക്കും.
സ്തുതിക്കും വീടേ ദൈവ മക്കൾക്കുള്ളാശ്രയമേ പരിലസിക്കും സ്വർണ്ണത്തേരുവീതി അതികുതുകാരെന്നോ ഞാൻ ചേർന്നിടുമോ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ ദൈവത്തിൻ കുഞ്ഞാടിനെ അളവെന്നെ പാടി സ്തുതിച്ചിടും ഞാൻ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമിൽ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ എന്നോ ഞാൻ ചേർന്നിടുമോ
തുള്ള ജീവജല നദി ഇരുകരയും ജീവവൃക്ഷഫലങ്ങൾ പരിലസിക്കും ദൈവത്തിനുദ്യാനമേ. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമി. വാനവരിൽ സ്തുതിനാദം സദമുഴങ്ങും ശാലേമി. എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ പരസുതനെ, എന്നോ ഞാൻ ചേർന്നിടുമോ. ചങ്ങനാശ്ശേരി കല്ലുകുളം കുടുംബത്തിനു വേണ്ടി റവറൻഡ് ഡോക്ടർ തോമസ് കല്ലുകുളം അവറുകൾ ഇവിടെ അനുശോചനം അറിയിച്ചു. അതോടൊപ്പം തന്നെ കത്തോലിക്ക സഭയുടെ പിതാവ് കൂവക്കാട്ട് തിരുമേനിക്ക് വേണ്ടിയുള്ള അനുശോചനവും അദ്ദേഹം ഇപ്പോൾ ഇവിടെ അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലായി ഇന്ത്യയിലെയും കേരളത്തിലെയും വിവിധ മേഖലകളിലുള്ള പ്രഗത്ഭരായ ധാരാളം ആളുകൾ അമ്മച്ചിക്ക് അനുശോചനം അറിയിച്ചു. പ്രധാനമായും തിരുവനന്തപുരം കവടിയാർ പാലസിൽ നിന്ന് അശ്വതി ലക്ഷ്മിഭായി തമ്പൂരാട്ടി പാലസിനു വേണ്ടി അനുശോചനം അറിയിച്ചു. പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ എ വി ആനന്ദബോസ്, ബെസേലിയസ് കർദിനാൾ തിരുമേനി, കാതോലിക്ക ബാബ ബെസേലിയസ് ജോസഫ് കാതോലിക്ക ബാബ, ബിഷപ്പ് ഡോക്ടർ സാബു മലയിൽ, കേരള DGP രവത ചന്ദ്രശേഖർ IPS, മുൻ DGP ജേക്കബ് പുന്നൂസ് IPS, മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാർ IAS, മലയാള മനോരമയ്ക്ക് വേണ്ടി എക്സിക്യൂട്ടീവ് എഡിറ്റർ ജേക്കബ് മാത്യു, തിരുവനന്തപുരം മുൻ മേജർ K ചന്ദ്രിക, ഓട്ടോക്രാറ്റ് ചെയർമാൻ അലക്സ് കണ്ണമല, ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ് XMLA, ജനതാദളിൻ്റെ സെക്രട്ടറി ജനറൽ ഡോക്ടർ വർഗീസ് ജോർജ്, മുൻ ഗതാഗത വകുപ്പ് മന്ത്രി മാത്യു ടി തോമസ്, മന്ത്രിമാരായ KN ബാലഗോപാൽ, P രാജീവ്, P പ്രസാദ്, സജി ചെറിയാൻ, വീണ ജോർജ്, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, പത്തനംതിട്ട മുൻ ജില്ലാ കളക്ടർ AJ രാജൻ IAS, മുൻ MLA ജോസഫം പുതുശ്ശേരി, മുൻ MLA മാലേത്ത് സരളാദേവി, KPCC ജനറൽ സെക്രട്ടറിമാരായ എബി കുര്യാക്കോസ്, പഴകുളം റിങ്കു ചെറിയാൻ, KPCC ജനറൽ സെക്രട്ടറി പഴകുളം മധു, ജോർജ് മാമൻ കൊണ്ടൂർ, P മോഹൻരാജ്, CPM ജില്ലാ സെക്രട്ടറിയും മുൻ MLAയുമായ രാജു എബ്രഹാം XMLA, പത്തനംതിട്ട DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് VA സൂരജ്, BJP നേതാക്കളായ അശോകൻ കുളനട, അജിത് കുമാർ, KPCC ജനറൽ സെക്രട്ടറി, മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി സഭാ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, കനാനായ സഭയ്ക്ക് വേണ്ടി സഭാ സെക്രട്ടറി TO എബ്രഹാം, മലയാള മനോരമ കോർഡിനേറ്റ് എഡിറ്റർ ജോൺ കക്കാട്, മലയാള മനോരമ അസോസിയേറ്റ് എഡിറ്റർ ജോസ് പനച്ചിപ്പുറം, പത്തനംതിട്ട പ്ലസ് ക്ലബ്ബ് പ്രസിഡന്റ് ബിജു, അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ, കർദിനാൾ ബെസേലിയോസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാബ, ഡോക്ടർ ബെസേലിയോസ് ജോസഫ് കാതോലിക്ക ബാബ,
ബിഷപ്പ് ഡോക്ടർ സാബു മലയിൽ, യുവാക്കിം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത, ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പോലിത്ത, ഡോക്ടർ ഗീവർഗീസ് മാർ സേഫാനോസ് എപ്പിസ്കോപ്പ, ഡോക്ടർ എൽദോസ് മാർ തീത്തൂസ് എപ്പിസ്കോപ്പ, കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ, കേരള ഗവർണർ ബഹുമാനപ്പെട്ട AV അലേക്കർ, പശ്ചിമ ബംഗാൾ ഗവർണർ ബഹുമാനപ്പെട്ട CV ആനന്ദബോസ് IAS, മുൻ ഗോവ ഗവർണർ ശ്രീ PS ശ്രീധരൻപിള്ള, BJP സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ, മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ, കേരളത്തിലെ ജലസേചന വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ, മുൻ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ PJ കുര്യൻ, മന്ത്രി KB ഗണേഷ് കുമാർ, മുൻ മന്ത്രി മോൻസ് ജോസഫ് MLA, MP ഫ്രാൻസിസ് ജോർജ്, ഡീൻ കുര്യാക്കോസ്, പ്രമോദ് നാരായണൻ MLA, ജയരാജ് ചീഫ് വിപ്പ് കേരള, തോമസ് K തോമസ് MLA, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ, മുൻ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി TKA നായർ, മുൻ സുപ്രീം കോടതി ജഡ്ജി KT തോമസ്, മുൻ കേന്ദ്രമന്ത്രി ശ്രീ KV തോമസ് MP, ആൻ്റണി MP, ജോസ് K മാണി MP, മുൻ മന്ത്രി ശ്രീ V മുരളീധരൻ, അമ്മച്ചിയുടെ സഹോദര പുത്രന്മാരായ ഇന്ത്യയുടെ മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ ജോസഫ് എബ്രഹാം IAS, അദ്ദേഹത്തിൻ്റെ മകൾ അഡീഷണൽ IG മെറിൻ ജോസഫ് IPS, അമ്മച്ചിയുടെ സഹോദര പുത്രന്മാരായ ട്രാവൻകൂർ സിമൻസ് മുൻ ജനറൽ മാനേജർ PG എബ്രഹാം, കേരള ഹൈക്കോടതിയുടെ അഡ്വക്കേറ്റ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ്, SFIയുടെ മുൻ സംസ്ഥാന പ്രസിഡൻറ്റും ബാർ കൗൺസിൽ മെമ്പറും കേരള സിൻഡിക്കേറ്റ് മെമ്പറും ഒക്കെ ആയിരുന്ന അഡ്വക്കേറ്റ് തോമസ് എബ്രഹാം, കൊച്ചിൻ കെമിക്കൽസിൻ്റെ മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജറും ഇപ്പോൾ വെള്ളൂർ ന്യൂസ് പ്രിൻ്റ് ഫാക്ടറിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡുമായ ബിജി ഫിലിപ്പ്, തിരുവനന്തപുരം ശ്രീത്ര ആശുപത്രിയുടെ ന്യൂറോ സർജറി വിഭാഗം തലവൻ ഡോക്ടർ മാത്യു എബ്രഹാം, KM ചെറിയാൻ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഡോക്ടർ അലക്സാണ്ടർ കൂടാരത്തിൽ, മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ മാത്യു T തോമസ് MLA, പത്തനംതിട്ട പ്രസ് ക്ലബ് പ്രസിഡന്റ് ബിജു കുര്യൻ, അഗ്രോ ഫുഡ് കോർപ്പറേഷൻ ചെയർമാൻ ബെന്നി കക്കാട്, മുൻ ഹൗസിംഗ് ബോർഡ് ചെയർമാൻ അറക്കൽ ബാലകൃഷ്ണപിള്ള, കേരള കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സക്കറിയ കരിവേലി, അഡ്വക്കേറ്റ് വിജയ വർഗീസ്, സെൻട്രൽ ട്രാവൻകൂർ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി രക്ഷാധികാരി റവറൻ ഡോക്ടർ ഫിലിപ്പ് വർഗീസ്, സിനിമാ താരം ബൈജു എഴുപുന്ന, തിരുവനന്തപുരം സെൻറ് തോമസ് സെൻട്രൽ സ്കൂൾ സെക്രട്ടറി പ്രൊഫസർ ഡോക്ടർ രാജൻ വർഗീസ്, കർദിനാൾ ജോർജ് കൂവക്കാട്ടിൽ തിരുമേനി, കോന്നി MLA ശ്രീ ജനീഷ് കുമാർ, പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന TKA നായർ IAS, തോമായ സഭയിലെ തിരുമേനിമാരായ തോമസ് മാർ തീമോത്തിയോസ് എപ്പിസ്കോപ്പ, റവറൻ ഡോക്ടർ ഐസക് മാർ ഫിലക്സിനോസ് എപ്പിസ്കോപ്പ, റവറൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ, റവറൻ ഡോക്ടർ തോമസ് മാർ തീത്തൂസ് എപ്പിസ്കോപ്പ, റവറൻഡ് സക്കറിയാസ് മാർ അപ്രേം എപ്പിസ്കോപ്പ, റവറൻ ഡോക്ടർ ജോസഫ് മാർ ഇവാന്യൂസ് എപ്പിസ്കോപ്പ, റവറൻ ഡോക്ടർ മാത്യൂസ് മാർ സെറാഫിം എപ്പിസ്കോപ്പ, ഓർത്തഡോക്സ് സഭയിലെ കുറിയാക്കോസ് മാർ ക്ലീമീസ് വലിയ മെത്രാപ്പോലിത്ത, നിരണം ഭദ്രാസന അധിപൻ ഡോക്ടർ യൂഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലിത്ത, അടൂർ കടമ്പനാട് ഭദ്രാസന അധിപൻ സക്കറിയാസ് മാർ അപ്രേം, മാവേലിക്കര ഭദ്രാസന അധിപൻ എബ്രഹാം മാർ എപ്പിപ്പാനിയോസ്, കനാനായ സഭയിലെ സേവേറിയോസ് മാർ കുറിയാക്കോസ് മെത്രാപ്പോലിത്ത, കല്ലിശ്ശേരി അതിഭദ്രാസനത്തിലെ കുറിയാക്കോസ് മാർ ഗീഗോറിയോസ് മെത്രാപ്പൊലീത്ത, ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ സാമുവേൽ മാർ തെയോഫിലോസ്, ഫാദർ ഡോക്ടർ സിജോ പന്തപ്പള്ളിൽ അച്ഛൻ, മലങ്കര കത്തോലിക്ക സഭയിലെ തിരുവല്ല രൂപതാധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർ കൂർലോസ് മെത്രാപ്പൊലീത്ത,
CSI സഭയിലെ ബിഷപ്പുമാരായ തോമസ് കെ ഉമ്മൻ, തോമസ് ശാമുവേൽ, കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് സെക്രട്ടറി ഡോക്ടർ പ്രകാശ് പി തോമസ്, യാക്കോബായ സഭയിലെ നിരണം ഭദ്രാസനാപൻ ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത, ചെറുകോൽപ്പുഴ ഹിന്ദു മഹാമണ്ഡലം പ്രസിഡന്റ് PS നായർ, BJP നേതാക്കളായ മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ, PK കൃഷ്ണദാസ്, S സുരേഷ്, അനിൽ ആൻ്റണി, മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം IAS, ഷാജി R നായർ, പ്രിയപ്പെട്ട ഡോക്ടർ റോയ്സ് മല്ലശ്ശേരി, ഡോക്ടർ റോയ് ജോർജ്, ഡോക്ടർ തോമസ് മാത്യു, ബിജോയ് തോമസ്, സജി ചാക്കോ, KK റോയ്സൺ, ജില്ലാ പഞ്ചായത്ത് അംഗം സാറ തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം എലിസബത്ത് അബു, കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് സാലി തോമസ്, കാളികാവ് വാഴോലിൽ കുടുംബത്തിനു വേണ്ടി പ്രൊഫസർ തോമസ് മാത്യു N, തോമസ് മാത്തൻ, അഡ്വക്കേറ്റ് എലിസബത്ത് ജോർജ്, മുൻ റാസൽ ഖൈമ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ റെജി K ജേക്കബ്, കല്ലുകുളം കുടുംബയോഗത്തിനു വേണ്ടി പ്രസിഡന്റ് ഫാദർ തോമസ് കല്ലുകുളം, ഡോക്ടർ മാത്യു മുട്ടത്ത്, പേരങ്ങാട്ട് കുടുംബത്തിനു വേണ്ടി പ്രസിഡന്റ് റവറൻ ജോർജ് വർഗീസ്, സെക്രട്ടറി CT ജോൺ, മാത്യു P ജോൺ, റോയി ഫിലിപ്പ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, മുളമൂട്ടിൽ കുടുംബയോഗത്തിനു വേണ്ടി റവറൻ മാത്യു ജോൺ, ഡോക്ടർ റോഷ്നി G മാത്യു, എലിസബത്ത് വർക്കി, മോളി ജേക്കബ്, കല്ലുവെട്ടാങ്കുഴിയിൽ, കൈതരേത്ത്, പാണ്ടമ്പടവിൽ, മലയിൽ, ഇലന്തൂർ ചേലക്കാട്ട്, ഇലന്തൂർ മേമുറിയിൽ, കോഴഞ്ചേരി തേലപ്പുറത്ത്, കോന്നി പേരങ്ങാട്ട് വിവിധ ശാഖകളിൽ നിന്നുള്ള റീത്ത് സമർപ്പിച്ചു. അയിരൂർ, ചെറുകര, തായില്യം, കുരുടാമണ്ണിൽ, കോഴഞ്ചേരി തേവർവേലിൽ, പ്ലാമൂട്ടിൽ, കോലത്ത്, മൈലപ്ര പീടികപ്പറമ്പിൽ, പകലോമറ്റം, കുന്നേൽ, ചെമ്പകശ്ശേരിയിൽ, കുലത്താക്കൽ, കുന്നിപ്പറമ്പിൽ, തേവറുകാട്ടിൽ, റാന്നി ചീങ്കയിൽ, ചെറുവാഴക്കുന്നയിൽ, വയലിറക്കത്ത്, തോണിക്കടവിൽ, കോയിത്തോടത്ത് നിന്നുമുള്ള കുടുംബാംഗങ്ങളിൽ നിന്ന് റീത്ത് സമർപ്പിച്ച് അനുശോചനം നടത്തി. കാർഡ് റവറൻ ഷിബു സാമുവേൽ, ഡോക്ടർ റോബർട്ട്, സുവിശേഷ പ്രസംഗ സംഘം ട്രഷാർ എബി വാരിക്കാട്ട്, സെക്രട്ടറി ABK ജോഷുവ, കറസ്പോണ്ടൻറ്റ് സെക്രട്ടറി ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അഡ്വക്കേറ്റ് ബിനു V ഈപ്പൻ, SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ, BDJS ചെയർമാൻ തുഷാർ വെള്ളാപ്പള്ളി, കുഞ്ഞുകോശി പോൾ, മലയാള മനോരമയുടെ വർഗീസ് തോമസ്, ഗോപി എബ്രഹാം, മുത്തൂറ്റ് ഹോസ്പിറ്റലിന് വേണ്ടി ഡോക്ടർ ജോർജ് കുര്യൻ, ഡയറക്ടർ മുത്തൂറ്റ് ഗ്രൂപ്പിന് വേണ്ടി ജോർജ് അലക്സാണ്ടർ, ജേക്കബ് ജോർജ്, മുത്തൂറ്റ് ഫിൻകോർപ്പിന് വേണ്ടി തോമസ് ജോൺ, മുത്തൂറ്റ് മെർക്കൻറ്റൈന് വേണ്ടി രാജു മാത്യു, മിനി മുത്തൂറ്റിന് വേണ്ടി റോയി M മാത്യു, പൊയ്യാനിൽ ഗ്രൂപ്പിന് വേണ്ടി ഡോക്ടർ ബിജു, മുളമൂട്ടൽ ഗ്രൂപ്പിന് വേണ്ടി ചെയർമാൻ ജേക്കബ് തോമസ്, മൗണ്ട് സിയോൻ ഗ്രൂപ്പിന് വേണ്ടി എബ്രഹാം കലമണ്ണിൽ, ഡെൽറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് വേണ്ടി തോമസ് ഫിലിപ്പ് ഡെൽറ്റ, ബോബി കരിങ്കുറ്റി, എമിനൻസ് ഗ്രൂപ്പിന് വേണ്ടി ചെയർമാൻ PM ജോസ്, സജി അലക്സ്, ജോർജ് കുന്നപ്പുഴ, അഡ്വക്കേറ്റ് സക്കറിയാസ് കരുവേലി, ബാബു കൃഷ്ണകല ജന്മഭൂമി എഡിറ്റർ, പത്മകുമാർ SNDP പത്തനംതിട്ട യൂണിയൻ പ്രസിഡന്റ്, BDJS സംസ്ഥാന വൈസ് ചെയർമാൻ, അലക്സാണ്ടർ കൂടാരത്തിൽ, മാക്സ്ഫാസ് കോളേജിന് വേണ്ടി പ്രിൻസിപ്പൽ ആൻഡ് ഡയറക്ടർ ഫാദർ എബ്രഹാം മുളമൂട്ടിൽ, വികാരി ജനറൽമാരായ മാത്യു ജോൺ, എബ്രഹാം ദാനിയേൽ, റവറൻഡ് KM മാമൻ, റവറൻഡ് ജോർജ് മാത്യു, റവറൻഡ് KJ ജേക്കബ്, റവറൻഡ് കോഴഞ്ചേരി സെൻറ് തോമസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ് K അലക്സ്, പ്രൊഫസർ അലക്സാണ്ടർ K ഷമുവേൽ, പ്രൊഫസർ ഡോക്ടർ പിൻറ്റു ഫിലിപ്പ്, അലുമിനി അസോസിയേഷന് വേണ്ടി റെജി താഴമൺ, TM മാത്യു, മുൻ തിരുവല്ല കോളേജ് പ്രിൻസിപ്പൽ ബിജോയ് തോമസ്, ഡോക്ടർ തോമസ് മാത്യു, മുൻ മന്ത്രി ശ്രീ PJ ജോസഫ് MLA, ജ്ഞാനതപസ്സി അക്കീരമൺ കാളിദാസ പട്ടതിരിപ്പാട്, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, UDF കൺവീനർ അടൂർ പ്രകാശ് MP, NK പ്രേമചന്ദ്രൻ,
CPM അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി MA ബേബി, RSPയുടെ മുൻ മന്ത്രി ഷിബു ബേബി ജോൺ, PC ജോർജ്, ഷോൺ ജോർജ്, പത്മജ വേണുഗോപാൽ, മുൻ DGP ശ്രീലേഖ IPS, അഡ്വക്കേറ്റ് ഫിലിപ്പോസ് തോമസ്, അഡ്വക്കേറ്റ് K അനന്തഗോപൻ, മുൻ ചീഫ് വിപ്പ് തോമസ് ഉണ്ണിയാടൻ XMLA, മുൻ DGP ഡോക്ടർ PJ അലക്സാണ്ടർ IPS, പാസ്റ്റർ തോമസ് മാത്യു ന്യൂജേഴ്സി, വർക്കി എബ്രഹാം എറിക് ഷൂ USA, ജോൺ ടൈറ്റസ് USA, വർക്കി എബ്രഹാം കാച്ചാണത്ത്, മലയിൽ കുടുംബയോഗം പ്രസിഡന്റ് പ്രൊഫസർ ജോർജ് മാത്യു, ഡോക്ടർ തോമസ് എബ്രഹാം തിരുമേനി ഇവാഞ്ചലിക്കൽ സഭ, കാർഡ് ഡയറക്ടർ റവറൻ ഷിബു സാമുവേൽ, കൃഷി വിജ്ഞാന കേന്ദ്രം ഡോക്ടർ റോബർട്ട് എബ്രഹാം, ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസന സെക്രട്ടറി ഡോക്ടർ ജോൺസൺ കല്ലിട്ടേതിൽ കോറപ്പീസ്കോപ്പ, പെരിങ്ങര പഞ്ചായത്ത് പ്രസിഡന്റ് എബ്രഹാം തോമസ്, മുളമൂട്ടിൽ ശ്രീ C ചെറിയാൻ. ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസനാധിപൻ എബ്രഹാം മാർ സെറാഫിൻ തിരുമേനി, ഓർത്തഡോക്സ് സഭ നിലയ്ക്കൽ ഭദ്രാസനാധിപൻ, മലങ്കര കത്തോലിക്ക സഭ പത്തനംതിട്ട രൂപത അധ്യക്ഷൻ ഐറേനിയസ് തിരുമേനി, ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് തിരുവനന്തപുരം ഭദ്രാസനാധിപൻ സിൽവാനിയോസ് തിരുമേനി, ചാണ്ടി ഉമ്മൻ MLA, NCP സംസ്ഥാന സെക്രട്ടറി മാത്യൂസ് ജോർജ്, സുവിശേഷ പ്രസംഗ സംഘം കറസ്പോണ്ടന്റ് സെക്രട്ടറി പ്രൊഫസർ ജോർജ്, മുൻ മന്ത്രി PC ചാക്കോ, നിർമ്മൽ ആറ്റമ്പള്ളിൽ USA, മുൻ കോഴഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് ആനി ജോസഫ്, പോൾ കറുകപ്പള്ളി, ജോസ് കണിയാലി, BJP സംസ്ഥാന നേതാക്കളായ MD രമേശ്, ശോഭാ സുരേന്ദ്രൻ, അനൂപ് ആൻ്റണി, B രാധാകൃഷ്ണ മേനോൻ, മുൻ ഫോമ പ്രസിഡന്റ് ശശിധരൻ നായർ USA, മുളമൂട്ടിൽ ഐ ഹോസ്പിറ്റൽ ആൻഡ് സെൻട്രൽ സ്കൂൾ ഡയറക്ടർ ഡോക്ടർ ആഷ്ലി ജേക്കബ്, ഡോക്ടർ പ്രദീപ് ജോർജ് മാത്യു, ഡോക്ടർ തോമസ് വർഗീസ്, മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രസാദ് ആനന്ദഭവൻ, പള്ളിയോട സേവാ സംഘം പ്രസിഡന്റ് സാംബദേവൻ, പാഞ്ചജന്യം ഭാരതം ശ്രീകുമാർ ഇരുപ്പക്കാട്ട്, അഡ്വക്കേറ്റ് കൊട്ടാരക്കര പൊന്നച്ചൻ, അലക്സ് പാണ്ടംപടവിൽ, ജോൺസൺ കൈതറേത്ത്, മുൻ MLA അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മത്തായി, അഡ്വക്കേറ്റ് എബ്രഹാം പനച്ചുമൂട്ടിൽ, ജേക്കബ് ഇമ്മാനുവേൽ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സാബു മാത്യു, സണ്ണി മാത്യൂസ്, തിരുവല്ല നഗരസഭാ ചെയർപേഴ്സൺ അനു ജോർജ്, തിരുവല്ല നഗരസഭാ വൈസ് ചെയർമാൻ ജിജി വട്ടശ്ശേരി, PK ജേക്കബ്, സ്റ്റെല്ല തോമസ്, പ്രൊഫസർ TM എബ്രഹാം, ബുക്ക്മാർക്ക് സെക്രട്ടറി എബ്രഹാം മാത്യു. സമൂഹത്തിലെ വിവിധ തുറകളിലുള്ള ധാരാളം ആളുകൾ അമ്മച്ചിയുടെ വേർപാടിൽ അനുശോചനം അറിയിച്ചു. അവരുടെ കുടുംബാംഗങ്ങളുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇപ്പോൾ എമിനൻസ് ഗ്രൂപ്പിൻ്റെ ചെയർമാൻ മിസ്റ്റർ PM ജോസ് അനുശോചനം അറിയിക്കും. ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് എൻ്റെ സുഹൃത്തായ വിക്ടർ T. തോമസ്, ഈ സമയത്ത് ഞങ്ങളെല്ലാം ദുഃഖിപ്പിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. എന്ത് വാക്കുകൊണ്ട് പറയണമെന്നറിയില്ല. പ്രയാസത്തിലും വിഷമത്തിലും ഇരിക്കുന്നവർക്ക് സാന്ത്വനം നൽകുക എന്നുള്ള ഒരു മുഖ്യ അജണ്ടയാണിപ്പോൾ ഉള്ളത്. ഈ സമയത്ത് ഇവിടെ വരാനും ഈ അമ്മച്ചിയെ കാണാനും സാധിച്ചതിൽ മനസ്സിന് ഒരു സമാധാനം തന്നു എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അമ്മച്ചിക്ക് സ്വർഗത്തിൽ നിത്യശാന്തിയും ആത്മശാന്തിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്ന് മാത്രമാണ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്. എന്തായാലും ഇത്രയും കാലം ദൈവം ആയുസ്സും ആരോഗ്യവും കൊടുത്തു. അമ്മച്ചിയുടെ മക്കളെല്ലാം നല്ല സ്ഥാനത്ത് എത്തി എന്നുള്ളതിലും അമ്മച്ചിക്ക് സന്തോഷമായിട്ട് പോകാനുള്ള ഒരു സാഹചര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുവരെയും ചെയ്തു കൊടുത്ത കൃപയ്ക്കായിട്ടെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു. അമ്മച്ചി സമാധാനമായിട്ട് തന്നെ നമുക്ക് യാത്ര അയക്കാൻ പറ്റുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. അമ്മച്ചിക്ക് എല്ലാ സ്വർഗത്തിൽ നിത്യശാന്തിയും ആത്മശാന്തിയും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. എനിക്കിങ്ങനെ ഒരു സമയം തന്നതിലേക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് വിക്ടറിനെ നമ്മുടെ പഴയകാല സുഹൃത്താണ്. അദ്ദേഹത്തിന്
ഒരു സമാധാനവും ശാന്തിയും നൽകട്ടെ എന്നുകൂടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട എമിനൻസ് ഗ്രൂപ്പ് ചെയർമാൻ ശ്രീ PM ജോസ് അവറുകളുള്ള കുടുംബത്തിനുള്ള നന്ദി അറിയിക്കുന്നു. റാന്നി പഴവങ്ങാടി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോൺ മാത്യു അവറുകൾ ഇപ്പോൾ അനുശോചനം അറിയിക്കും. ഏറ്റവും ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, ആ ദുഃഖത്തിൽ ഞാനും പങ്കുചേരുകയാണ്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ കുടുംബത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഞാൻ. എൻ്റെ വല്യപ്പച്ചൻ്റെ അമ്മ ചേകോട്ടാശാൻ്റെ പെങ്ങളായിരുന്നു. അപ്പോൾ ഈ കുടുംബചരിത്രമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ കാര്യത്തിലെല്ലാം തലമുറകളെ കാത്തു സൂക്ഷിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അംഗങ്ങളാണ് പ്രിയപ്പെട്ട വിക്ടറും അതുപോലെ എലിസബത്തും ഒക്കെ. നമുക്കറിയാം, പിതാവിൻ്റെയും മാതാവിൻ്റെയും വേർപാട് മക്കൾക്ക് ഒരിക്കലും ഉൾക്കൊള്ളുവാൻ പ്രയാസമാണ്. തീർച്ചയായിട്ടും ഇത്രയും ആയുസ് ദൈവം കൊടുത്തു. മക്കളെയൊക്കെ നന്മ കണ്ട്, കൊച്ചുമക്കളുടെയൊക്കെ നന്മ കണ്ട് ഈ ലോകത്തിൽ നിന്ന് യാത്ര ചെയ്യുന്ന ഒരു മാതാവിനെ സംബന്ധിച്ചുള്ള ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. ഞാൻ പല പ്രാവശ്യം ഈ ഭവനത്തിൽ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെയും പ്രിയപ്പെട്ട മാതാവിനെയൊക്കെ ശുശ്രൂഷിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മക്കൾ ചില സമയത്ത് അടുക്കളുണ്ട്, അല്ലെങ്കിൽ തന്നെ അതിന് വേണ്ട എല്ലാ നേതൃത്വവും കൊടുത്താണ് മക്കൾ പ്രിയപ്പെട്ട അമ്മയെ സംരക്ഷിച്ചത്. പ്രിയപ്പെട്ട റോയി പോലും എൻ്റെ ഒരു കസിനാണ്. അദ്ദേഹവും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എലിസബത്തൊക്കെ മത്സരിക്കുമ്പം ആ പ്രദേശം ഞറാന്നിയുടെ പ്രദേശത്തൊക്കെ വരുമ്പം ഞങ്ങളൊക്കെ വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തൊരു രീതിയാണ്. ഞാനും വിക്ടറും ഒരു പ്രാവശ്യം അമേരിക്ക സന്ദർശിച്ചപ്പം പ്രിയപ്പെട്ട മൂത്ത സഹോദരൻ്റെ അവിടെ ഞങ്ങൾക്ക് ഒരു സ്വീകരണമൊക്കെ തന്നതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. അതൊക്കെ ഓർക്കുമ്പോൾ ദീർഘായുസ്സുകൊണ്ട് പ്രിയപ്പെട്ട മാതാവിനെ ദൈവം അനുഗ്രഹിച്ചു. ഞങ്ങളൊക്കെ ഈ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഏത് സാഹചര്യത്തിൽ എത്ര രാത്രി വന്നാലും പ്രിയപ്പെട്ട ഞങ്ങൾ വീട്ടിൻ്റെ കഥയെ കൊട്ടുമ്പോൾ പ്രിയപ്പെട്ട മാതാവാണ് ഓടി വന്ന് കഥ ഉറക്കുന്നത്. ഞങ്ങൾക്ക് ഭാര്യമാരുണ്ടെങ്കിൽ അവരൊക്കെ ചിലപ്പോൾ ഉറക്കമായിരിക്കും. അപ്പോൾ ഒരു മക്കളെക്കുറിച്ചുള്ള മാതാവിൻ്റെയും പിതാവിൻ്റെയും ഒക്കെ വാത്സല്യവും സ്നേഹമൊക്കെ കണ്ട് ഞങ്ങൾ വളർന്നവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ജീവിച്ചിരിക്കുന്നതിനേക്കാളും കൂടുതൽ മാതാവിനെക്കുറിച്ചൊക്കെ ഓർമ്മ വരുമ്പം വേർപാടിൻ്റെ സമയത്താണ്. തീർച്ചയായിട്ടും കാണിച്ച നല്ല മാതൃക തലമുറയ്ക്ക് പിന്തുടരാൻ ദൈവം അവസരം കൊടുത്തു. തുടർന്നും പ്രിയപ്പെട്ട മാതാവിനെ സന്തോഷത്തോടെ യാത്രയയപ്പാൻ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും മക്കൾക്കും ബന്ധുമിത്രങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യതയിൽ പ്രിയപ്പെട്ട മാതാവിനെ കാണാനുള്ള സന്തോഷത്തെ യാത്രയയപ്പാൻ ദൈവം സഹായിക്കട്ടെ. എൻ്റെ കുടുംബത്തിൻ്റെയും ഞാൻ ഉൾക്കൊള്ളുന്ന എല്ലാ പ്രസ്ഥാനത്തിൻ്റെയും പേരുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിയപ്പെട്ട ജോൺ മാത്യു അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ് MP, മന്ത്രി ശ്രീ റോഷി അഗസ്റ്റ്യൻ, അമ്മച്ചിയുടെ സഹോദര പുത്രനായ മുൻ ഇന്ത്യയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ ജോസഫ് എബ്രഹാം IAS, അദ്ദേഹത്തിൻ്റെ മകൾ അഡീഷണൽ IG ശ്രീ മെറിൻ ജോസഫ് IPS തുടങ്ങിയവർ വീട്ടിൽ എത്തി അനുശോചനം അറിയിച്ചു. അവരോടുള്ള നന്ദിയും അറിയിക്കുകയാണ്. പ്രിയപ്പെട്ട പാസ്റ്റർ മോനച്ചൻ അവറുകൾ ഇപ്പോൾ അനുശോചനം അറിയിക്കും. ഏതാണ്ട് 45-ൽ പരം വർഷങ്ങളായി ഈ കോഴഞ്ചേരി പട്ടണത്തിലും ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലും ചെറിയ മുറികൾ വാടകയ്ക്കെടുത്ത് ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പെന്തക്കോസ് പാസ്റ്ററാണ് ഞാൻ. ഈ വീടിന് സമീപേ ദീർഘദിവസങ്ങൾ ഞാനൊരു ഭവനത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ നാളുകൾ മുതൽ ഈ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനും ഈ ഭവനത്തെ സ്നേഹിപ്പാനും ദൈവം എനിക്കിടയാക്കി. പ്രത്യേകാൽ പ്രിയ വിക്ടറുമായി വളരെ അടുത്ത ബന്ധം വിവിധ നിലകളിൽ പുലർത്തുവാൻ കർത്താവ് കൃപ ചെയ്തു. ക്രിസ്തീയ പ്രത്യാശയുടെ വിലയറിയുന്ന സമയമാണ് ഇതുപോലെയുള്ള സമയങ്ങളെന്ന് നമുക്കറിയാം. വാത്സല്യ മാതാവിൻ്റെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന
കുടുംബാംഗങ്ങൾ പ്രിയപ്പെട്ടവരോട് ചേർന്ന് എൻ്റെയും കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സഭകളുടെ പേരിലുമുള്ള ദുഃഖവും പ്രത്യാശയും ഈ സമയം അറിയിക്കുന്നു. ഈ സമയത്തിന് നന്ദി പറഞ്ഞ് ഞാൻ വാക്കുകളെ ചുരുക്കുന്നു. താങ്ക് യു. പ്രിയപ്പെട്ട മോനച്ചൻ പാസ്റ്ററുള്ള കുടുംബത്തിലുള്ള നന്ദി അറിയിക്കുന്നു. വഴി കാട്ടി എന്നെ സാധി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ചീണരെ സന്തോഷിപ്പിൻ തന്നിമ്പ മൊഴി കേൾപ്പിൻ സഞ്ചാരി കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഉള്ളം തളർന്നേറ്റവും ആശയറ്റ് നീരവും ക്രൂശിൽ രക്തം കാണിച്ചു ആശ്വാസം മാറ്റുഗ്രമടിക്കലും ഇരുൾക്കാലത്തേടിലും സഞ്ചാരി കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ. ആയുഷ്കാലത്തിന്നന്തം ചേർന്നാർത്തി പൂണ്ട നേരം സ്വർഗചിന്ത മാത്രമേ ഏകമെൻ ആശ്രയമേ താൻ മാത്രം ആ നേരത്തും എന്നെ വഴി കാട്ടി എന്നെ സാധി കൊണ്ടുപോകും വാനത്തിൽ കൂടെ സാവധാനത്തിൽ ചീണരെ സന്തോഷിപ്പിൻ തന്നിമ്പ മൊഴി കേൾപ്പിൻ സഞ്ചാരി കൂടെ വാ ചേർക്കാം നിന്നെ വീട്ടിൽ ഞാൻ.
ജീവൻ്റെയും മരണത്തിന്മേൽ അധികാരമുള്ള ദൈവമായ കർത്താവേ, നിൻ്റെ ജീവൻ്റെ അംശികളായി നീ സൃഷ്ടിച്ച മനോഹരമായ ലോകത്തിൽ നിൻ്റെ കൃപയിൽ ജീവിക്കുവാനുള്ള ഭാഗ്യവും വലിയ പദവിയും ഒക്കെ ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ദൈവമായ കർത്താവേ, നിൻ്റെ കൃപയിൽ ശരണം വെച്ച് നിന്നിൽ പ്രത്യാശ വെച്ച് തൻ്റെ ആയുസ്സിനെ ചിലവഴിക്കുകയും തിരികെ വരുവേനെന്നുള്ള അവിടുത്തെ ശബ്ദം കേട്ട് തിരുസന്നത്തിലേക്ക് ചേർക്കപ്പെടുവാൻ ഭാഗ്യം ലഭിക്കുകയും ചെയ്ത ഈ ഭവനത്തിലെ പ്രിയ മാതാവിൻ്റെ ജീവിതത്തിനായി സ്തോത്രം. വേർപാടിൻ്റെ വേദനയിലായിരിക്കുന്ന മക്കളെ, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ സ്വർഗീയ സമാധാനത്താൽ നിറയ്ക്കുകയും പ്രത്യാശയിൽ പാലിക്കുകയും ചെയ്യണമേ. കാലാവസ്ഥയൊക്കെ അനുകൂലമാക്കി തന്നിട്ടുള്ളതിനായി നന്ദി പറയുന്നു. ഇന്ന് നിർവഹിക്കപ്പെടേണ്ട എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും പകരണമേ. വിവിധ സ്ഥാനങ്ങളിൽ നിന്ന് വരികയും പോവുകയും ചെയ്യുന്നവരെയൊക്കെ അനുഗ്രഹിക്കണമേ. ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള പ്രത്യാശയോടുകൂടെ പ്രിയ മാതാവിൻ്റെ ഭൗതിക ശരീരം യാത്രയാക്കുവാൻ പ്രിയപ്പെട്ടവരെയൊക്കെ ഒരുക്കണമേ. എല്ലാറ്റിലും അവിടുത്തെ നാമം മഹത്വമെടുക്കണമേ. ഞങ്ങളും അവിടുത്തെ മഹത്വ പ്രത്യക്ഷതയ്ക്കായി ഒരുക്കമുള്ളവരായി കാത്തിരിപ്പാനും പ്രത്യാശാപൂർണമായ ജീവിതം നയിപ്പാനും സഹായിക്കണമേ. കുറവുകൾ ക്ഷമിക്കണം, അവിടുത്തെ വരവിനായി ഒരുക്കണം. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയുണ്ടായി കേട്ട് തിരുമരുളുമാറാകണമേ. ആമേൻ. പ്രിയപ്പെട്ട ഡോക്ടർ KV തോമസ് അച്ഛനോടുള്ള കുടുംബാംഗങ്ങൾക്കുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ മുൻ മർത്തോമ സഭ ട്രസ്റ്റിയായിരുന്ന രാജൻ ജേക്കബ് അവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ അനുശോചനം അറിയിച്ചുകൊണ്ട് സംസാരിക്കും. ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, പ്രത്യേകിച്ച് വിക്ടർ ടി തോമസ് അവറുകൾ, അമ്മയുടെ നിര്യാണത്തിൽ ഞങ്ങൾക്കുള്ള ദുഃഖം രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. പ്രത്യേകിച്ച് മർത്തോമ അക്കാഡമിയുമായിട്ട് ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. മരണം ഏത് സമയത്തും നമുക്ക് ദുഃഖം തരുന്ന കാര്യമാണ്. പക്ഷേ നമുക്കൊരു പ്രത്യാശയുള്ളത് നമുക്കൊരുമിച്ച് വീണ്ടും കാണാം എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഈ അമ്മയെ യാത്രയാക്കുന്നത്. ഇത്രയും കാലത്ത് ജീവിച്ച് മക്കളെയും കൊച്ചുമക്കളെയൊക്കെ നോക്കി ജീവിക്കുവാനുള്ള സാവകാശം കിട്ടിയത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. നമുക്ക് സന്തോഷത്തോടെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയിൽ അമ്മയെ യാത്ര അയക്കാൻ സാധിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട രാജൻ തോമസ് അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ധാരാളം ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അമ്മച്ചിയുടെ വേർപാടുമായി ബന്ധപ്പെട്ട് അനുശോചനം അറിയിച്ചിരുന്നു. മുൻ കേന്ദ്രമന്ത്രിയായിരുന്ന ശ്രീ പ്രകാശ് ജവഡേക്കർ കുടുംബത്തെ അനുശോചനം അറിയിച്ചിരുന്നു. കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവറുകൾ അനുശോചനം അറിയിച്ചിരുന്നു. അവരോടൊക്കെയുള്ള കുടുംബത്തിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. കൊടിക്കുന്നിരി സുരേഷ് MP, മന്ത്രി ശ്രീ റോഷി അഗസ്റ്റ്യൻ, അമ്മച്ചിയുടെ സഹോദര പുത്രനായ മുൻ ഇന്ത്യയുടെ സാമ്പത്തിക ഉപദേഷ്ടാവ് ഡോക്ടർ ജോസഫ് എബ്രഹാം IAS, അദ്ദേഹത്തിൻ്റെ മകൾ അഡീഷണൽ IG ശ്രീമതി മെറിൻ ജോസഫ് IPS തുടങ്ങിയ ധാരാളം ആളുകൾ വീട്ടിലെത്തി അനുശോചനവും ആദരാഞ്ജലികളും അർപ്പിച്ചിരുന്നു. അവരുള്ള പ്രത്യേക നന്ദിയും ഈ സമയത്ത് അറിയിക്കുകയാണ്.
ഗായക സംഘം പാട്ടുപാടാം. യെരൂശലേമിലെ ഇമ്പവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. യെരൂശലേമിൻ ഇമ്പവിടെ എപ്പോൾ ഞാൻ വന്നു ചേരും. ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും. ധരണിയിലെ പാടും കേടും എപ്പോളിങ്ങൊഴിയും. രാമന്ദകാരം വെയിൽ ശീതവുമങ്ങില്ലേ. രാമന്ദകാരം വെയിൽ ശീതവുമങ്ങില്ലേ. ദീപതുല്യം മുൻ എക്സിക്യൂട്ടീവ് ഹൗസിംഗ് ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിരുന്ന സഭാ കൗൺസിൽ മെമ്പറായിരുന്ന പ്രിയപ്പെട്ട ശോശാമ ഇപ്പോൾ അനുശോചനം അറിയിച്ചുകൊണ്ട് സംസാരിക്കും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഈ ഭവനത്തിൽ എനിക്ക് പല പ്രാവശ്യം വരുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഈ ഭവനത്തിലെ ഓരോ അംഗവുമായിട്ടും വളരെ സ്നേഹബന്ധം പുലർത്തുവാനുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഞാൻ ഭവന നിർമ്മാണ ബോർഡിൽ വർക്ക് ചെയ്യുമ്പോൾ ഈ അമ്മച്ചിയുടെ മകൻ ശ്രീ വിക്ടർ ടി തോമസ് ഭവന നിർമ്മാണ ബോർഡിൻ്റെ ബോർഡ് മെമ്പറായി പ്രവർത്തിച്ചിരുന്നു. അതിനു മുൻപ് മുതൽ തന്നെ ശ്രീ വിക്ടറും എൻ്റെ ഹസ്ബൻഡുമായി ഒരുമിച്ച് പഠിച്ചതാണ്. അങ്ങനെയും ഞങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട്. എല്ലാ സാഹചര്യങ്ങളിലും എന്താവശ്യങ്ങളിലും നമ്മളെ സഹായിക്കുകയും എപ്പോഴും കൂടെ ഉണ്ടെന്നുള്ള ഒരു ബോധം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്.
അതുപോലെ അമ്മച്ചിയുടെ മകൾ ശ്രീമതി ശ്രീ എലിസബത്ത് റോയ് ടീച്ചറാണെങ്കിലും പത്തനംതിട്ട സ്കൂളിലെ അധ്യാപികയായിരുന്നപ്പോൾ ഞാൻ അവിടെ പോവുകയും എൻ്റെ സിസ്റ്റർ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒരുമിച്ച് വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ഭവനവുമായിട്ട് പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോൾ ഇവിടുത്തെ അംഗങ്ങളെല്ലാവരും തന്നെ ഇടപെടുന്നത് വളരെ ആത്മാർത്ഥമായിട്ട് ഇടപെടുകയും അതുപോലെ നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭവന നിർമ്മാണ ബോർഡിൻ്റെ ഒരു സ്കീം ഇവിടെയുണ്ട്. അവിടെയും ഞാൻ വരുമ്പോഴൊക്കെ ഈ ഭവനത്തിൽ വരികയും ഈ അമ്മച്ചിയെ കാണുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുന്ന ഈ ഞാനിവിടെ വന്ന് സ്നേഹ സൽക്കാരം സ്വീകരിച്ചിട്ടുണ്ട്. അമ്മച്ചിയുടെ മരണത്തിൽ എൻ്റെ സങ്കടം രേഖപ്പെടുത്തുന്നു. ഈ ഭവനത്തോടുള്ള അനുശോചനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ശോശാമ്മ അവരുടെ നന്ദി അറിയിക്കുന്നു. അമ്മച്ചിയുടെ രണ്ടാമത്തെ മകൻ ശ്രീ അനിൽ തോമസ് അമേരിക്കയിലെ എക്യുമെനിക്കൽ ഫെഡറേഷൻ ഓഫ് നോർത്ത് അമേരിക്കയുടെ വൈസ് ചെയർമാനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അമേരിക്കയിൽ നിന്ന് ധാരാളം ആളുകൾ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അവരുള്ള കുടുംബത്തിലുള്ള നന്ദി ഇപ്പോൾ അറിയിക്കും. Right Reverend Dr. Abraham R. Paulos, Episcopa of the North America and Europe Diocese, അമ്മയുടെ ഏറ്റവും അടുത്ത തിരുമേനിയായിരുന്നു. എപ്പോഴത് വഴി നെല്ലിക്കാലായാലും കൊഴിഞ്ചേരിലുമൊക്കെ കടന്നു പോകുമ്പോൾ ഇവിടെ വരികയും അമ്മയെ കണ്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നു. അമ്മയുടെ മരണ വാർത്ത അറിഞ്ഞ ഉടനെ തന്നെ തിരുമേനി അനുശോചനം കുടുംബത്തോട് എല്ലാവരോടും അറിയിക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെയും ഡയോസിസ് സെക്രട്ടറി ജോയൽ അച്ഛൻ്റെയും ഹോൾ ഡയോസിസിൻ്റെയും നാമത്തിലുള്ള അനുശോചനം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ ഉൾപ്പെടുന്ന എപ്പിഫനി മാർത്തോമ ചർച്ച് ന്യൂയോർക്ക് വികാരി റവറൻഡ് ഡോക്ടർ പ്രമോദ് സക്രി ആൻഡ് ഫാമിലി, ഓൾ ദി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ആൻഡ് ദ ചർച്ച് മെമ്പേഴ്സ് എല്ലാവരുടെയും അനുശോചനങ്ങൾ അറിയിക്കുന്നു. Reverend Sujit of Randolph Marthoma Church in New Jersey, Reverend Father John Thomas, Clergy Fellowship Chairman of Ecumenical Federation of North America, USA, Shaji Ramapuram, USA Media, Dallas Region, Jimon Peringard of our Kudumeyogam Convener, USA, US Media, Dallas, Dr. Thomas Matthew and family from Mullangatil family Rani of Peringad family. ഇനി എൻ്റെ ഭാര്യ സാറായുടെ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് റിജി വെല്ലികാല, വത്സൻ, റോബിൻ, റോഷിൻ ആൻഡ് ബെന്നി, ബോബ് ആൻഡ് മോളമ്മ ആൻഡ് ഫാമിലി, ഹെർ ബ്രദർ ജോമോൻ, മിനി ആൻഡ് ഫാമിലി. അതുപോലെ ജോസ് കൊല്ലത്ത് സ്ഥലത്തില്ല, അദ്ദേഹത്തിൻ്റെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ജോഷുവ പൊയ്യാനിൽ, ലില്ലി കൊച്ചുമയുടെ കൊച്ചുമകൻ നമിത കോശി, ബോബൻ മണ്ണിൽ, സൗദി അറേബ്യ. കുട്ടപ്പച്ചാൻ്റെ മകൾ മോഹിനി അമ്മാമ ആൻഡ് ജോസ് ആൻഡ് ഫാമിലി, ലളിതമാമയുടെ മകൾ ജിനു ആൻഡ് ഫാമിലി, തുണ്ടിത്തെ കൊച്ചോളമാമ വിജി, സാറ ചെറിയാൻ ആൻഡ് ഫാമിലി, സുസ്മാവയുടെ മകൾ യമുന മാത്യു ആൻഡ് സ്റ്റാൻലി ആൻഡ് ഫാമിലി. അതുപോലെ വൈകുണ്ഠം ബേബിച്ചായൻ്റെ മകൾ ഡോക്ടർ സുശീലമ്മാമ ആൻഡ് ഡോക്ടർ ലാല ആൻഡ് ഫാമിലി. പിന്നെ മുത്തൂറ്റെ മൂത്ത സഹോദരൻ, ഞങ്ങളുടെ ഏറ്റവും അടുത്ത ഫാമിലി സുഹൃത്താണ്, ഡോക്ടർ സണ്ണിച്ചായൻ വത്സമ്മാമ ആൻഡ് ഫാമിലി. എന്നോട് പറയുമായിരുന്നു, ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് പോകുമ്പം സൗന്ദര്യവതിയായ അമ്മ കൊച്ചമ്മയോടെ നടക്കുന്നത് ഞാൻ ഇന്ന് ശ്രദ്ധിക്കുമായിരുന്നു. ഈ കുടുംബത്തോടുള്ള അടുപ്പത്ത് അദ്ദേഹത്തിൻ്റെ മുത്തൂറ്റ് കുടുംബത്തിൻ്റെ നാമത്തിലുള്ള അനുശോചനം അറിയിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അതുപോലെ തന്നെ നോഹ ജോർജ് ആൻഡ് ഫാമിലി, അതുപോലെ കോലത്ത് കുടുംബം, നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ടോം കോലത്ത് ആൻഡ് ഫാമിലിയും അനുശോചനങ്ങൾ അറിയിക്കാം. ധാരാളം പേരുകളുണ്ട്, പിന്നെ ലിസ്റ്റുകൾ പുറകാലെ അറിയിക്കാം. താങ്ക് യു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ
ട്രസ്റ്റി ആയിരിക്കുന്ന ഡോക്ടർ ബിജു ഉമ്മൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭദ്രാസന സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ജോൺസൺ കല്ലട്ടിൽ കോറപ്പീസ്കോപ്പായും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ട്രസ്റ്റി ആയിരിക്കുന്ന ഡോക്ടർ ബിജു ഉമ്മൻ അനുശോചനം, സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ ബിജു ഉമ്മൻ ഇപ്പോൾ അനുശോചനം അറിയിച്ച് സംസാരിക്കുന്നു. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്തൃകൽപ്പന പ്രകാരം ഈ ദൃശ്യസഭയിൽ നിന്ന് അദൃശ്യസഭയിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട മാതാവിനെ യാത്രയയക്കുവാനായി നമ്മൾ എല്ലാവരും ഈ സമയത്ത് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നു. യാത്രയയപ്പ് അത് വേദന ഉളവാക്കുന്നൊരു സംഗതിയാണ്. എന്നാൽ ഇത് നൽകുന്നൊരു വലിയ ക്രിസ്തീയ പ്രത്യാശ നമുക്കുണ്ട്. വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതുജീവൻ, ആ പുതുജീവനിലേക്ക് പ്രിയപ്പെട്ട മാതാവ് മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള വലിയ ക്രിസ്തീയ പ്രത്യാശയിൽ നമുക്ക് പ്രിയപ്പെട്ട ദാസിയെ യാത്രയയക്കുവാനായി സാധിക്കണം. ഇമ്പങ്ങളുടെ പ്രതീസായിൽ കർത്തദാസിയുടെ ആത്മാവ് ആശ്വസിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ശ്രീ വിക്ടർ ടി തോമസുമായിട്ടുള്ള ആൽബം ബന്ധത്തിൽ ഞങ്ങളൊക്കെയും ഇവിടെ ആയിരിക്കുന്നു. കോഴഞ്ചേരിയിലെ മധ്യ തിരുവിതാംകൂറിലെ തന്നെ പുരാതനമായ ഒരു കുടുംബത്തിലെ മാതാവിനെ യാത്രയയക്കുമ്പോൾ ഈ കുടുംബം മലങ്കര ഓർത്തഡോക്സ് സഭയോട് ഏറെ ചേർന്ന് നിന്ന് ഒത്തിരി കാര്യങ്ങൾ പ്രിയപ്പെട്ട വിക്ടർ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള നല്ലതായ പിന്തുണകളെ നന്ദിയോടെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ട വിക്ടറിൻ്റെ മാതാവിൻ്റെ വേർപാടിൽ ഞങ്ങൾക്ക് വ്യക്തിപരമായും ഓർത്തഡോക്സ് സഭയുടെ പേരിലുമുള്ള എല്ലാ പ്രാർത്ഥനകളും അനുശോചനങ്ങളും കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. മിശിഹാ തമ്പുരാൻ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ സൗഭാഗ്യത്തിന് ഈ കർത്തൃദാസിയുടെ ആത്മാവ് യോഗ്യയായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നോടൊപ്പം തുമ്പവൻ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ജോൺസൺ കല്ലട്ടിൽ കോറപ്പീസ്കോപ്പാച്ചനും വന്നിട്ടുണ്ട്. ഞങ്ങളുടെ രണ്ടുപേരുടെയും പരിശുദ്ധ സഭയുടെയും പേരിലുള്ള എല്ലാ പ്രാർത്ഥനകളും അനുശോചനങ്ങളും കുടുംബാംഗങ്ങളെ അറിയിക്കുന്നു. ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറി ഡോക്ടർ ബിജു ഉമ്മനോട് കുടുംബത്തിലുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെ ഭദ്രാസന സെക്രട്ടറി ജോൺസൺ കല്ലട്ടിൽ കോറപ്പീസ്കോപ്പ അനുശോചനം അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നു. വന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട വിക്ടർ ടി തോമസിൻ്റെ മാതാവെന്ന വേർപാടിൽ ദുഃഖിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, വ്യക്തിപരമായി 33 വർഷത്തിന് മുമ്പ് കോഴഞ്ചേരി സെൻറ്റ് മാത്യൂസ് ദേവാലയത്തിൻ്റെ വികാരിയായി വന്ന നാൾ മുതൽ പ്രിയപ്പെട്ട എലിസബത്ത് അമ്മാമയുമായിട്ടും അതുപോലെ തന്നെ വിക്ടറുമായിട്ടും ഒക്കെയുള്ള സ്നേഹബന്ധം, ഈ കുടുംബവുമായിട്ടുള്ള എൻ്റെ ശ്രദ്ധ കൂടുതലായി ഈ ഭവനത്തിലേക്കുണ്ടായിരുന്നു. ഈ കുടുംബം പൊതുസമൂഹത്തോട് ചെയ്യുന്ന സേവനങ്ങൾ വളരെ വലുതാണ്. പൊതുസമൂഹത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ നന്മകളെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. മാതാവിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും തുമ്പമൺ ഭദ്രാസനവും ഈ കുടുംബവുമായിട്ടും, പ്രത്യേകിച്ച് ഇവിടുത്തെ മെത്രാപ്പൊലീത്തന്മാരൊക്കെ ആയിട്ട് ഈ കുടുംബവുമായിട്ടുള്ള സ്നേഹബന്ധം വിവരിക്കുവാൻ ഒട്ടനവധിയുണ്ട്. അതെല്ലാം ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥനാപൂർവ്വം ഓർക്കുന്നു. എല്ലാ പിതാക്കന്മാരുടെയും, പ്രത്യേകിച്ചും തുമ്പമൺ ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭീന്ദ്രനായ ഡോക്ടർ എബ്രഹാം മാർ സെറാഫീൻ തിരുമേനിയുടെ അനുശോചനവും പ്രാർത്ഥനയും, വലിയ മെത്രാപ്പൊലീത്തയുടെ പ്രാർത്ഥനകളും അനുശോചനവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ദുഃഖാർത്ഥരായ കുടുംബാംഗങ്ങളെ ദൈവം തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛനോടുള്ള നന്ദിയും മലങ്കര ഓർത്തഡോക്സ് സഭയോട് കുടുംബത്തിലുള്ള പ്രത്യേക നന്ദിയും അറിയിക്കുന്നു. അമ്മച്ചിയുടെ രണ്ടാമത്തെ മകൻ പ്രിയ അനിൽ തോമസിൻ്റെ ഒരു ഗാനം ഇപ്പോൾ ഏറ്റവും അധികം അമ്മച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ടായിരുന്നു. അത് ഇപ്പോൾ ഗാനം ഇപ്പോൾ പ്ലേ ചെയ്യുന്നതായിരിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല
സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. കാൽവറി മലമുകളേറി നീ ഞങ്ങൾക്കായി കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയിരേകിയ കാൽകരം ചേർന്നു തൂങ്ങി മരിച്ചുയിരേകിയ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നോൻ ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ ഇന്നുമെന്നും കൂടെയുണ്ടെന്നുള്ള വാക്കു തന്നവൻ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. മലങ്കര മാർത്തോമ സഭയുടെ സുവിശേഷ പ്രതിനിധി സംഘ അംഗമായിരിക്കുന്ന പ്രിയപ്പെട്ട ലാലമ്മ ഇപ്പോൾ അനുശോചനം അറിയിക്കും. വന്യവൈദികരെ, പ്രിയമാതാവിൻ്റെ വേർപാടിൽ ദുഃഖാർത്തരായിരിക്കുന്ന മക്കൾ, കൊച്ചുമക്കൾ, മരുമക്കൾ, കുടുംബാംഗങ്ങളെ, ഞാൻ പലതവണ ഈ അമ്മച്ചിയുടെ അടുത്തൽ കിടക്കയിലായിരുന്നപ്പോൾ ഐ വി ടീച്ചറിൻ്റെ ഒപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. ആ വീട്ടിൽ ചെന്ന് അമ്മച്ചിയെ കാണുകയുണ്ടായി. പക്ഷേ കിടക്കയിലായിരുന്നെങ്കിലും ഞാൻ വളരെ സന്തോഷത്തോടെയാണ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത്. കാരണം വളരെ പ്രൗഢമായി, ഞാൻ ആ വാക്ക് തന്നെ ഉപയോഗിക്കട്ടെ, പ്രൗഢമായി ആ കിടക്കയിൽ കിടക്കുന്ന മാതാവിനെയാണ് ഞാൻ കണ്ടത്. 100% സന്തോഷത്തോടെ, സംതൃപ്തിയോടെ എല്ലാ ശുശ്രൂഷകളും ലഭിക്കാൻ അവസരം ലഭിച്ച ഒരു മാതാവാണ്. മകളുടെ ഒപ്പം നിൽക്കണമെന്ന് തോന്നിയപ്പം മകളുടെ ഒപ്പം നിൽക്കാനുള്ള സൗകര്യങ്ങളുണ്ടായി. എലിസബത്ത് റോയ് ടീച്ചറാണെങ്കിൽ രാഷ്ട്രീയ രംഗത്തും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളും അധ്യാപിക എന്ന നിലയിലൊക്കെ പലയിടത്തും എപ്പോഴും പ്രസൻ്റായിരുന്ന വ്യക്തിത്വം. മാതാവ് വീട്ടിലുള്ള സന്ദർഭത്തിൽ മമ്മയുണ്ട്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് മമ്മയോടൊപ്പം നിന്നിരുന്ന വ്യക്തിയാണ്. അതുപോലെ തന്നെ പ്രിയ വിക്ടർ ടി തോമസ് രാഷ്ട്രീയ രംഗത്ത് നമുക്കെല്ലാം സുപരിചിതനാണ്. പല ഔദ്യോഗിക പദവികൾ വഹിച്ചിട്ടുള്ള ആളാണ്. ഈ ഫാമിലി തീർച്ചയായിട്ടും സഭയ്ക്കും സമൂഹത്തിനും നമ്മുടെ സംസ്ഥാനത്തിന് അല്ലെ രാഷ്ട്രീയ രംഗത്ത് വളരെയധികം സേവനങ്ങൾ ചെയ്യുന്നവർ. അവരെല്ലാം മറ്റുള്ളവരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന് എപ്പോഴും ഏതൊരാവശ്യവുമായിട്ട് ചെന്നാലും സഹകരിക്കുന്നവർ. തീർച്ചയായിട്ടും അവരെ വളർത്തിയ ഈ മാതാവിൻ്റെ ഗുണങ്ങൾ, ആ കാഴ്ചപ്പാടുകൾ, മാതാപിതാക്കളുടെ രണ്ടുപേരെയും ഓർക്കുകയാണ്, കാഴ്ചപ്പാടുകൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായിട്ടും അതിന് സംശയമില്ലാത്ത കാര്യമാണ്. എല്ലാ ശുശ്രൂഷകളും ഏറ്റുവാങ്ങി തക്ക പ്രായത്തിൽ കർത്താവ് വിളിച്ചപ്പോൾ ഈ ഭൂമിയിൽ നിന്ന് മാറുമ്പോൾ സങ്കടപ്പെടാൻ കാര്യമില്ല എന്ന് ഞാൻ കരുതട്ടെ. കാരണം ചെയ്യാനുള്ളതൊക്കെ ചെയ്തു സന്തോഷത്തോടെ യാത്രയാക്കുക എന്നുള്ളത് ആ മക്കളെ സംബന്ധിച്ചിടത്തോളം ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം. അങ്ങനെ നല്ലൊരു മരണം അമ്മയ്ക്ക് കിട്ടിയെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ. എന്നാലും കൂടെയായിരുന്ന, പ്രത്യേകിച്ച് ഐ വി ടീച്ചർ റോയി നെല്ലിക്കാലയുടെ മരണം കഴിഞ്ഞ അമ്മ ഒരാശ്രയമായി, വയ്യായെങ്കിലും കൂടെ ഉണ്ടായിരുന്നു. ഞാനത് കണ്ടതാണ്, പലതവണ ചെന്നിട്ടുള്ളതാണ്, കണ്ടിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും ഐവിയുടെ സഹോദരങ്ങളെ, വിക്ടർ ടി തോമസ് ഉൾപ്പെടെ എല്ലാ സഹോദരങ്ങളെ, മക്കളെ, കൊച്ചുമക്കളോട്
ഉള്ള അനുശോചനം അറിയിക്കുകയാണ്. അധ്യാപകരെ ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് 2 സ്കൂളുകളിൽ. അതുകൊണ്ട് അനുശോചനം അറിയിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഞങ്ങളുടെ കൂട്ടുകാരുടെ എല്ലാ അനുശോചന ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് ദൈവം സമാധാനിപ്പിക്കട്ടെ എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. മാർത്തോമ കോർപ്പറേറ്റ് മാനേജറായിരുന്ന സുശേഷ പ്രതിസംഘാംഗമായിരുന്ന പ്രിയപ്പെട്ട ലാലമ്മ തോമസിനോട് നന്ദി അറിയിക്കുന്നു. ലാലമ്മ വർഗീസിനുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ അഡ്വക്കേറ്റ് സക്കറിയ കരിവേലിൽ അവറുകൾ അനുശോചനം അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ലിസായി കുടുംബവുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന ആളാണ്. ബഹുമാന്യരായ അച്ഛൻ, ദുഃഖത്തിലും പ്രയാസത്തിലും ഇരിക്കുന്ന കുടുംബ അംഗങ്ങളെ, വേർപാട് ഇപ്പോഴും വേദനാജനകമാണ്. തീർച്ചയായും ഒരമ്മയുടെ വേർപാടെന്ന് പറയുന്നത് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വലുതാക്കി എത്തേണ്ടിയ സ്ഥാനത്തൊക്കെ എത്തിച്ച് എങ്കിൽ പോലും ഒരമ്മയുടെ പ്രാധാന്യം എത്രമാത്രമുണ്ടെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. തീർച്ചയായും നമ്മളെ ദുഃഖത്തിലാഴ്ത്തിയ ഈ അമ്മച്ചിയുടെ ആത്മാവിന് ഞാൻ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ ചെറുവേലിൽ റോയി എന്ന് പറയുന്ന ആളിൻ്റെ വൈഫ് ലിസായാണ് ഞാൻ 2ാമത് വിവാഹം കഴിച്ചത്. ഞങ്ങളുടെ വിവാഹ സമയത്ത് ഈ അമ്മച്ചി വിക്ടറിനെയും കൊണ്ട് ആ പള്ളിയിലേക്ക് കടന്നു വരുന്ന രംഗം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. തീർച്ചയായും ഈ വീടിനെ പറ്റി സംസാരിക്കുമ്പോൾ ലിസായിക്ക് 100 നാവാണ് ഈ വീട്ടിലെ കാര്യങ്ങൾ പറയുമ്പോൾ. ഞാൻ ഓർക്കും എങ്ങനെയാണിത് ഈ 100 നാവ് വരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ റോയി എന്ന് പറയുന്ന ആൾ ഈ വീടിനെ പറ്റി പറഞ്ഞ് കേട്ടിട്ടുള്ള കഥകളും അതിനുള്ള പല സംഭവങ്ങളുമാണ് ഈ ലിസ എപ്പോഴും 100 നാവിൽ ഈ വീടിനെ പറ്റി സംസാരിക്കുന്നത്. തീർച്ചയായും ആ ഒരു വലിയൊരു അറിവ് ഈ കുഞ്ഞുമോൻ ചായൻ്റെയും ശോശാമ്മ അമ്മച്ചിയുടെയും ജീവിതത്തിൽ അത്രമാത്രം സ്വാധീനം റോയിക്ക് ഉണ്ടായിരുന്നു, ലിസായിക്കും ഉണ്ടായിരുന്നു. തീർച്ചയായും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വിക്ടർ ടി തോമസ് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്, രാഷ്ട്രീയമായി കേരള കോൺഗ്രസ് പരമായും അല്ലാതെ. തീർച്ചയായും വിക്ടറിനോടും ആ കുടുംബത്തോടുമുള്ള എൻ്റെ അനുശോചനം അറിയിക്കുന്നു. അതുപോലെ തന്നെ അനിൽ ഞങ്ങളുടെ അമേരിക്കയിലെ എക്യുമെനിക്കൽ ഫെഡറേഷൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. എല്ലാ ആളുകളുമായി നല്ല സഹകരണത്തിലും പ്രത്യേകിച്ച് മർത്തോമാ പള്ളിയിൽ വളരെ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന അനിലിനോടും കുടുംബത്തോടുമുള്ള എൻ്റെ അനുശോചനം അറിയിക്കുന്നു. അതുപോലെ തന്നെ മോൾസി ഞങ്ങളുടെ എൻ്റെ വീട് നെരണത്താണ്. ആ കുന്നിപ്പറമ്പിൽ വീടുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളാണ്. തീർച്ചയായും മോൾസിയെയും ആ കുടുംബത്തെയും എൻ്റെ ദുഃഖം അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഈ അമ്മയുടെ ആത്മാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മടിയിലായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സക്കറിയാസ് കരിവേലിലുള്ള നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ പാഞ്ചജന്യത്തിൻ്റെ പ്രതിനിധിയായി ശ്രീ ശ്രീകുമാർ ഇരിപ്പക്കാട്ട് അവറുകൾ ഇപ്പോൾ അനുശോചനം അറിയിച്ച് സംസാരിക്കും. ദുഃഖാർത്തരായ മണമൂട്ടിൽ തുണ്ടിയത്ത് കുടുംബാംഗങ്ങളെ, പൗരപ്രമുഖരെ, വിവിധ രാഷ്ട്രീയ സാംസ്കാരിക മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന സമുന്നത വ്യക്തിത്വങ്ങളെ, നമ്മളെ എല്ലാവരെയും വേദനയിൽ ആഴ്ത്തിക്കൊണ്ട് കടന്നുപോയ മാമ്മായുടെ ഈ വേർപാട് ആരാലും താങ്ങാവുന്നതല്ല. ഈ കുടുംബവുമായിട്ട് എനിക്ക് വളരെയധികം ബന്ധമുള്ള ഒരു കുടുംബമാണ്. വിക്ടർ ഉൾപ്പെടെ ലൈവി, ജെസി, വിൽസൺ, എല്ലാ സഹോദരന്മാരായിട്ടും ഈ കുടുംബമായിട്ട് അടുത്ത ഒരു ബന്ധം പുലർത്തിയിരുന്ന ആളാണ് ഞാൻ. എനിക്ക് ഏറ്റവും എടുത്തു പറയാനുള്ളത് കോഴഞ്ചേരിയിലെ ഒരു ഉത്സവമായി മാറിക്കഴിഞ്ഞിരുന്ന ആ പുഷ്പമേളയുടെ പല മീറ്റിങ്ങുകളും ഈ ഭവനത്തിൽ വെച്ചാണ് നടക്കാറുണ്ടായിരുന്നത്. ആ സമയമൊക്കെ ഒരമ്മയുടെ പരിലാളന
നൽകിക്കൊണ്ട് ഞങ്ങളെയൊക്കെ സ്വീകരിക്കുന്ന ഈ അമ്മയുടെ മുഖം ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്നു. ഒരു കണക്കിന് ഈ വേർപാട് നമുക്ക് ദുഃഖിക്കാനുള്ളതല്ല. കാരണം ഈ അമ്മ ഒരു മനുഷ്യായുസ്സിൽ നേടാവുന്നതൊക്കെ നേടി എല്ലാ മക്കളുടെയും ശുശ്രൂഷകൾ ഏറ്റുവാങ്ങി വളരെ സൗഭാഗ്യവതിയായ ഒരു മരണമാണ് ഈ അമ്മയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും അടുത്ത മരണസമയത്ത് വരെ മക്കൾ അടുത്തുണ്ടാകുന്ന ഇന്നത്തെ കാലത്ത് വളരെ വിരളമാണ്. ഈ സന്ദർഭത്തിൽ ഈ അമ്മയുടെ വേർപാട് വളരെ നല്ല ഒരു സൗഭാഗ്യമുള്ളൊരു മരണമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ അവസരത്തിൽ പാഞ്ചജന്യം ഭാരതം എന്ന സംഘടനയുടെ ഭാരവാഹി എന്ന നിലയിൽ പാഞ്ചജന്യത്തിൻ്റെ ഭാരവാഹികൾ ഇന്നലെ എന്നെ ഡൽഹിയിൽ നിന്ന് വിളിച്ചറിയിച്ചിരുന്നു ഇന്നത്തെ ഈ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും പാഞ്ചജന്യം ഭാരതത്തിൻ്റെ അനുശോചനം ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്യണമെന്ന്. എൻ്റെ വ്യക്തിപരമായ പേരിലും ഇരിപ്പക്കാട്ട് കുടുംബത്തിൻ്റെ പേരിലും പാഞ്ചജന്യം ഭാരതത്തിൻ്റെ പേരിലുമുള്ള അനുശോചനം രേഖപ്പെടുത്തുന്നതിനോടൊപ്പം മാമ്മായുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് ദുഃഖിതരായ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം പകരണേ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി. പ്രിയപ്പെട്ട ശ്രീകുമാർ ഇരപ്പക്കാട്ടിനുള്ള നന്ദി അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി അമ്മച്ചിയുടെ മരണവിവരം അറിഞ്ഞ് കേരളത്തിലും ഇന്ത്യയിലുമുള്ള ധാരാളം ആളുകൾ അനുശോചനം അറിയിച്ചു. തിരുവനന്തപുരം കവടിയാർ പാലസിനു വേണ്ടി ശ്രീമതി ഗൗരി ലക്ഷ്മി പാർവതി ഭായ് തമ്പുരാട്ടി അനുശോചനം അറിയിച്ചു. ബിഷപ്പ് റവറൻഡ് ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ, റവറൻഡ് ഡോക്ടർ കർദിനാൾ ബസേലിയോസ് മാർ ക്ലീമീസ് കാതോലിക്ക ബാബ, ഡോക്ടർ ബസേലിയോസ് ജോസഫ് കാതോലിക്ക ബാബ, ബിഷപ്പ് ഡോക്ടർ സാബു മലയിൽ, റവറൻഡ് ഡോക്ടർ ഇവാക്കിം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത, റൈറ്റ് റവറൻഡ് ഡോക്ടർ ജോസഫ് മാർ ബർന്നബാസ് സഫ്രഗൻ മെത്രാപ്പൊലിത്ത, റവറൻഡ് ഡോക്ടർ ഗീവോറിയോസ് മാർ സേഫാനോസ് എപ്പിസ്കോപ്പ, റവറൻഡ് ഡോക്ടർ എൽദോസ് മാർ തീത്തൂസ് ഡയോസിഷൻ ബിഷപ്പ് ഓഫ് നോർത്ത് അമേരിക്ക യൂറോപ്പ്, റൈറ്റ് റവറൻഡ് ഡോക്ടർ മാർ ഇവാനിയൂസ് മലങ്കര കത്തോലിക്ക സഭ, റൈറ്റ് റവറൻഡ് ഡോക്ടർ പ്രമോദ് സക്കറിയ, കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ, ഹോണറബിൾ കേരള ഗവർണർ ശ്രീ ആർ വി അലേക്കർ, ഹോണറബിൾ വെസ്റ്റ് ബംഗാൾ ഗവർണർ ശ്രീ ആനന്ദബോസ് സി വി ആനന്ദബോസ്, മുൻ ഗോവ ഗവർണർ ശ്രീ പി എസ് ശ്രീധരൻപിള്ള, BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ, ഫോർമർ ഗവർണർ മിസോറാം കുമ്മനം രാജശേഖരൻ, കേരള മിനിസ്റ്റർ റോഷി അഗസ്റ്റിൻ, മുൻ രാജ്യസഭ ഡെപ്യൂട്ടി സ്പീക്കർ പ്രൊഫസർ PJ കുര്യൻ, മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ, വ്യവസായ മന്ത്രി ശ്രീ P രാജീവ്, മോൻസ് ജോസഫ് MLA, ഫ്രാൻസിസ് ജോർജ് MP, ഡീൻ കുര്യാക്കോസ് MP, പ്രമോദ് നാരായണൻ MLA, ദിനേഷ് കുമാർ MLA, ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ് MLA, ശ്രീ തോമസ് കെ തോമസ്, മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ TKA നായർ, സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ശ്രീ KT തോമസ്, മുൻ കേന്ദ്രമന്ത്രി ശ്രീ KV തോമസ്, ആൻ്റണി MP, ശ്രീ ജോസ് കെ മാണി MP, V മുരളീധരൻ മുൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, കൊടിക്കുന്നിൽ സുരേഷ് MP, മുൻ കേന്ദ്രമന്ത്രി ശ്രീ പ്രകാശ് ജാവ്ദേക്കർ, അമ്മച്ചിയുടെ സഹോദര പുത്രനായ ഇന്ത്യയുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായിരുന്ന ഡോക്ടർ ജോസഫ് എബ്രഹാം IAS, അദ്ദേഹത്തിൻ്റെ മകൾ അഡീഷണൽ IG മെറിൻ ജോസഫ് IPS തുടങ്ങിയ വിവിധ തുറകളിലുള്ള ധാരാളം ആളുകൾ അനുശോചനം അറിയിച്ചതിന് കുടുംബത്തിലുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്.
ഷോക്ക് അടിക്കുന്നല്ലേ? എവിടെ ഉണ്ട് അത് വിളിച്ച് പറ. മുത്തൂറ്റ് ഹോസ്പിറ്റലിന് വേണ്ടി മുത്തൂറ്റ് ഗ്രൂപ്പിൻ്റെ ഹോസ്പിറ്റലിലെ ഡയറക്ടറും അന്തരിച്ച ഡോക്ടർ ജോർജ് കുര്യൻ്റെ മകനുമായ ഡോക്ടർ ജോർജി ഇവിടെ എത്തി റീത്ത് സമർപ്പിച്ചു. ഹോസ്പിറ്റലിന് വേണ്ടി ഡോക്ടർമാർ ഡോക്ടർ ചെറിയാൻ സൂപ്രണ്ട് ഡോക്ടർ ചെറിയാൻ മാത്യൂസ് ഡോക്ടറുടെ നേതൃത്വത്തിൽ തരിയൻ ഡോക്ടർ ഉൾപ്പെടെ ഡോക്ടർമാർ ഇവിടെ റീത്ത് സമർപ്പിച്ചു. മുത്തൂറ്റ് ഹോസ്പിറ്റലിന് വേണ്ടി തരിയൻ ഡോക്ടർ അനുശോചനം അറിയിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ ദീർഘകാലമായിട്ടുള്ള ഒരു ബന്ധം അതിൻ്റെ ആരംഭ ദിശയിൽ മുതൽ മുത്തൂറ്റ് ആശുപത്രിക്ക് ഈ ഒരു കുടുംബമായിട്ടും ഉണ്ട്. ഡോക്ടർ വിക്ടറുമായിട്ടും റോയിയുമായിട്ടും അവരുമായിട്ടൊക്കെയുള്ള ആ ബന്ധങ്ങൾ വളരെ ദൃഢവും വളരെ പ്രയോജനകരവുമായിരുന്നു. ഈ കുടുംബത്തിൽ നിന്നും ഇവിടുത്തെ വ്യക്തികളിൽ നിന്നും ആശുപത്രിയുടെ വളർച്ചയിൽ ഉണ്ടായിരുന്ന എല്ലാ സപ്പോർട്ടിനും എല്ലാ പിന്തുണയ്ക്കും നന്ദി പറയുന്നു. ഈ സമയത്ത് വളരെ നന്ദിയോടെ ഓർക്കുന്നു. ആശുപത്രിയിലെ ജീവനക്കാരുടെയും മുത്തൂറ്റ് ഫാമിലിയുടെയും അനുശോചനം അറിയിക്കുന്നു. നമുക്ക് ഒരു കാര്യം മാത്രമേ ഉള്ളൂ നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. കാരണം ഒരു മരണം എന്ന് പറയുന്നത് ഒന്നിൻ്റെയും ഒരവസാനമല്ല. ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് എ ന്യൂ ലൈഫ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. അതുകൊണ്ട് പ്രത്യാശയുണ്ട്. നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. വി വിൽ സീ ഹെർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ് വെൻ ദ ഡേ ഓഫ് ദി ഇറ്റേണിറ്റി കംസ്. അതുകൊണ്ട് ആ പ്രത്യാശയിൽ നമുക്ക് യാത്ര അയക്കാം. ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ഹാർദവമായ ഹൃദ്യമായ അനുശോചനം രേഖപ്പെടുത്തുന്നു. Thank you, Dr. Cheria Matthew, Dr. Georgie, Valsamama of Muthoot Group and Hospitals. Thanks a lot. ഡോക്ടർ ചെറിയാൻ മാത്യുവിനോടും മുത്തൂറ്റ് ഗ്രൂപ്പിനോടുമുള്ള നന്ദി, കുടുംബത്തിനുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്.